അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കിതാബുൽ അഖീദയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള പാഠങ്ങളുടെ ഫുൾ റിവിഷനാണ് ഈ വീഡിയോയിൽ നാം ചെയ്യുന്നത്. ആമുഖമായി വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കുകയും ഓരോ പാഠവും കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ പാഠം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളതാണ്. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അള്ളാഹുവിന്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ സൃഷ്ടിപ്പുകളെ കുറിച്ചും അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ചുമാണ്. കോടാനുകോടി നക്ഷത്രങ്ങൾ പരസ്പരം തട്ടാതെ മുട്ടാതെ ശൂന്യാകാശത്ത് നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യാസീനിൽ 40ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാ ഗോളങ്ങളും അതിന്റെ സഞ്ചാരപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റോഡുകളിൽ വാഹനങ്ങൾ ഓടിക്കുന്നവരാണ്. അതുപോലെ സമുദ്രങ്ങളിൽ കപ്പലുകൾ സഞ്ചരിക്കുന്നുണ്ട്, വിമാനങ്ങൾ വ്യോമയാന പാതയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അത്യാധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് നിരന്തരം നിരീക്ഷണങ്ങൾ നടത്തിയിട്ട് പോലും കപ്പലുകൾ പരസ്പരം കൂട്ടിമുട്ടാറുണ്ട്. അതുപോലെ വിമാനങ്ങൾ അപകടങ്ങളിൽ പെടാറുണ്ട്, വാഹനങ്ങൾ റോഡുകളിൽ അപകടത്തിൽ പെടാറുണ്ട്. എന്നാൽ ഇത്രയും കാലമായിട്ടും രണ്ട് ഗോളങ്ങൾ പരസ്പരം കൂട്ടിമുട്ടിയതായിട്ട് നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടില്ല. രണ്ട് നക്ഷത്രങ്ങൾ പരസ്പരം കൂട്ടിമുട്ടിയതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? അതിനെ നിയന്ത്രിക്കുന്നത് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ അല്ലാഹു എത്ര ഉന്നതനാണ്! നാം ജനിക്കുമ്പോൾ നമ്മുടെ വായിലുള്ള പല്ലുകളില്ല, പക്ഷെ പിന്നീട് ഒരു പ്രായമാകുമ്പോൾ അത് മുളക്കുന്നു. എന്നാൽ നിശ്ചിത വലിപ്പമായാൽ ആ വളർച്ച നിൽക്കുന്നു. വളർച്ച നിൽക്കാതെ അത് വീണ്ടും വീണ്ടും വളരുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കത് ആലോചിക്കാൻ തന്നെ പ്രയാസമാണ്, അല്ലെ? ചെറിയ വായിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വലിയ പല്ലുകൾ ഊഹിക്കാൻ പോലും നമുക്ക് കഴിയൂല. ഇത്ര ശാസ്ത്രീയമായി കാര്യങ്ങൾ സംവിധാനിക്കുന്നതിന്റെ പിന്നിൽ ആരാണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുപോലെ നമുക്ക് ഊർജവും പ്രകാശവും നൽകുന്ന സൂര്യൻ, അത് നമ്മോട് വളരെ അടുത്താണ് ആ സൂര്യൻ സ്ഥാപിക്കപ്പെട്ടിരുന്നത് എങ്കിൽ അങ്ങേയറ്റം ചൂടുകൊണ്ട് നമ്മൾ പ്രയാസപ്പെടുമായിരുന്നു. അതുപോലെ നിലവിലുള്ളതിനേക്കാൾ വളരെ മുകളിലാണ് അതിനെ സ്ഥാപിച്ചത് എങ്കിൽ നാം ഒക്കെ തണുത്ത് വിറങ്ങലിച്ചു പോകുമായിരുന്നു. ഇത്ര കൃത്യവും വ്യക്തവും ഭദ്രവുമായി സർവഗോളങ്ങളും നിയന്ത്രിക്കുന്ന അള്ളാഹുവിന് മുമ്പിൽ നമുക്ക് അങ്ങേയറ്റത്തെ വിനയം പ്രകടിപ്പിക്കാം. നിസ്കാരത്തിലെ സുജൂദിൽ നാം ചൊല്ലുന്ന ദിക്ർ എത്ര അർത്ഥവത്താണ്! സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. എന്താണ് അതിന്റെ അർത്ഥം? അത്യുന്നതനായ എന്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ ഈ അത്ഭുതങ്ങൾ നിറഞ്ഞ സൃഷ്ടിപ്പുകള്, അവന്റെ ആ മഹത്വങ്ങളൊക്കെ ഓർത്തുകൊണ്ട് നമ്മൾ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് നമ്മൾ പറയണം, അവനെ സ്തുതിക്കണം. അപ്പോൾ ഈ പാഠത്തിൽ ഇത്രയും വിഷയങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തിന് ഒരു ഉദാഹരണം, പല ഉദാഹരണങ്ങളുമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഉദാഹരണങ്ങൾ എഴുതാം. മനുഷ്യൻ അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തിന് ഒരു ഉദാഹരണമാണ്. ഭൂമി, ആകാശം, കടല്, എന്തും എഴുതാം. ഗോളങ്ങൾ അതിന്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഖുർആൻ സൂക്തം ഏതാ? സൂറത്ത് യാസീനിലെ 40ാമത്തെ ആയത്ത്, വകുല്ലു ഫീ ഫലകിൻ യസ്ബഹൂൻ. ആ സൂക്തത്തിന്റെ നമ്പർ, അധ്യായത്തിന്റെ പേര് യാസീൻ സൂറത്താണ്, 40ാമത്തെ ആയത്താണ്. ഇനി രണ്ടാമത്തെ പാഠം അശ്ശിർക്ക്, ഷിർക്കിനെ കുറിച്ചാണ്. എന്താണ് ഷിർക്ക്? ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് തൗഹീദ്, എന്താണ് ഷിർക്ക്, എന്താണ് ഇബാദത്ത്. ഈ കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. സർവ വസ്തുക്കളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. നമുക്ക് ജീവിത വിഭവങ്ങൾ ഒരുക്കി തരുന്നതും അള്ളാഹുവാണ്. ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹുവാണ്. ഭൗതികവും അഭൗതികവുമായ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് മാത്രമാണ്. അള്ളാഹു കഴിവ് നൽകാതെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ നമുക്ക് കഴിയില്ല. അതാണ് വസ്തുത. അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് അവൻ സ്വർഗം നൽകും, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കും അവൻ ശിക്ഷ നൽകും. ഇനി എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഇത്രയും വിശേഷങ്ങളുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ അല്ലാഹു ദാത്തിലും സിഫാത്തിലും അതുപോലെ അഫ്ആലിലും ഏകനാണ് എന്നുള്ള വിശ്വാസത്തിനാണ് തൗഹീദ് എന്ന് പറയുക. അപ്പൊ അള്ളാഹുവിനെ പോലെ മറ്റാരുമില്ല. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പോലത്തെ വിശേഷണങ്ങൾ മറ്റാർക്കുമില്ല. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ പോലത്തെ പ്രവർത്തനം മറ്റാരിൽ നിന്നും ഉണ്ടാവുകയില്ല. ഇങ്ങനെ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഒക്കെ അള്ളാഹു തആല ഏകനാണ് എന്നുള്ള
ആ ഒരു വിശ്വാസത്തിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. അള്ളാഹു ഒരാളുടെ പിതാവോ അല്ലെങ്കിൽ സന്തതിയോ അല്ല, അവരെത്ര വിശുദ്ധനാണ്. അപ്പോൾ തൗഹീദിന്റെ ഡെഫിനിഷൻ വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിക്കണം. ഇനി എല്ലാ കഴിവുകളുടെയും ഉടമയാണവൻ, അതുകൊണ്ട് തന്നെ അങ്ങേയറ്റത്തെ താഴ്മക്കർഹൻ അവൻ മാത്രമാണ്. നാം അവന് പരമമായ താഴ്മ ചെയ്യണം. അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. അപ്പോൾ ഇബാദത്തിന്റെ നിർവചനവും വിദ്യാർത്ഥികൾ പഠിക്കണം. നേരത്തെ തൗഹീദ് എന്താന്ന് പറഞ്ഞു, ഇവിടെ ഇബാദത്ത് അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. ഇനി തൗഹീദിന്റെ നേരെ ഓപ്പോസിറ്റ്, മുസ്ലിങ്ങളായ നാം ഇബാദത്തിന് അർഹനായി വിശ്വസിക്കുന്നത് ഏകനായ അള്ളാഹുവിനെ മാത്രമാണ്. എന്നാൽ അവനല്ലാതെ, അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക്, ബഹുദൈവ വിശ്വാസം. അതൊരിക്കലും നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല. ഷിർക്ക് ഏറ്റവും വലിയ തെറ്റാണ്, അള്ളാഹു താല പൊറുക്കാത്ത തെറ്റും കൂടെയാണ്. അപ്പോൾ എന്താണ് തൗഹീദ്, എന്താണ് ഇബാദത്ത്, എന്താണ് ഷിർക്ക് എന്ന് വിദ്യാർത്ഥികൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ കേൾവി, കാഴ്ച, അറിവ്, ശക്തി മുതലായ സിഫത്തുകളോട് സാദൃശ്യമായവ സൃഷ്ടികളിൽ ആർക്കെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കലും അവകാശപ്പെടലും ഷിർക്കാണ്. ആ ഷിർക്ക് അതിഗുരുതരമായ അതിക്രമമാണ്. ഖുർആൻ പറയുന്നു, ഇന്ന ശിർക ലദുൽമുൻ അളീം. എന്നാൽ അംബിയാ, ഔലിയാ, ശുഹദാ തുടങ്ങിയവർ സച്ചരിതരും സദ്വൃത്തരുമാണ്. അവരെ നാം ആദരിക്കണം. അള്ളാഹുവിന്റെ കഴിവ് കൂടാതെ മുഅ്ജിസത്തോ കറാമത്തോ പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. പക്ഷേ അവർ അള്ളാഹു ഇഷ്ടപ്പെട്ടവർ ആയതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു നടപ്പാക്കി കൊടുക്കും. അപ്പൊ നബിമാരിലൂടെ പ്രകടമാകുന്ന മുഅ്ജിസത്ത്, ഔലിയാക്കന്മാരിലൂടെ പ്രകടമാകുന്ന കറാമത്ത്, ഇതെല്ലാം അവർക്ക് അള്ളാഹു താല കൊടുത്ത കഴിവ് മുഖേനയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അല്ലാതെ സ്വയമായിട്ട് അവർക്കുണ്ടായ കഴിവിൽ നിന്നല്ല, അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത്. അവർ അള്ളാഹുവിലേക്ക് ഇബാദത്ത് കൊണ്ട് അങ്ങേയറ്റം അടുത്തവരായതുകൊണ്ട് അവരാഗ്രഹിക്കുന്നത് അള്ളാഹു അവർക്ക് നടത്തി കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ മുഖേന അള്ളാഹുവിനോട് അഭ്യർത്ഥന നടത്തുന്നത് പുണ്യവും പ്രവാചക മാതൃകയുമാണ്. അതുകൊണ്ടാണ് മഹാന്മാരെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്യുന്നത്. ഒരിക്കൽ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു പുരുഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരു ദുആ എനിക്ക് പഠിപ്പിച്ചു തരിക. അപ്പോൾ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആ എന്തായിരുന്നു? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മതി യാ മുഹമ്മദ് ഇന്നി തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ഫതഖ്ളി ലി അല്ലാഹുമ്മ ശഫിഉഹു ഫിയ. ഇങ്ങനെ അദ്ദേഹം ദുആ ചെയ്തു. ഉടനെ അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടി. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പരാതി പറഞ്ഞപ്പോ, വിഷമം പറഞ്ഞപ്പോ മുത്തുനബി അദ്ദേഹത്തിന് ദുആ പഠിപ്പിച്ചു കൊടുത്തു. മുത്തുനബിയെ മുൻനിർത്തിയിട്ടാണ് അദ്ദേഹം ദുആ ചെയ്തത്. അല്ലാഹു തആല സ്വീകരിച്ചു, കാഴ്ച തിരിച്ചു കൊടുത്തു. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവേ, നിന്നോട് ഞാൻ ചോദിക്കുന്നു, കാരുണ്യത്തിന്റെ പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തി കൊണ്ടിതാ നിന്നിലേക്ക് ഞാൻ അഭിമുഖീകരിച്ചിരിക്കുന്നു. അങ്ങനെ മുത്തുനബിയെ മുൻനിർത്തിയിട്ടാണ് അദ്ദേഹം ദുആ ചെയ്തത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു നൽകി. ഇങ്ങനെ നബിമാരെ മുൻനിർത്തിക്കൊണ്ട്, മഹാന്മാരായ ഔലിയാക്കന്മാരെ മുൻനിർത്തിക്കൊണ്ട് നമുക്കും ദുആ ചെയ്യാം. അത് നമ്മുടെ ദുആക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കാനുള്ള ഒരു കാരണം കൂടെയാണ്. എന്താണ് തൗഹീദ്, എന്താണ് ഷിർക്ക്, എന്താണ് ഇബാദത്ത് നമ്മൾ വിശദമായി പറഞ്ഞു. വിദ്യാർത്ഥികൾ വേർതിരിച്ച് മനസ്സിലാക്കുക, അത് വീണ്ടും ആവർത്തിച്ച് വായിച്ച് പഠിക്കുക. ഇനി മുഅ്ജിസത്ത്. എന്താണ് മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയാ മുർസലുകൾ, അല്ലെ, നബിമാർ. അള്ളാഹുവിന്റെ മെസ്സേജുകൾ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു തആല തെരഞ്ഞെടുത്ത ചില ആളുകളാണ് നബിമാർ. അള്ളാഹുവിന്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. അപ്പൊ മുഅ്ജിസത്ത് ആരിൽ നിന്ന് പ്രകടമാവുന്നതാണ്? നബിമാരിൽ നിന്ന് പ്രകടമാവുന്നതാണ്. ഈ നബിമാർ അത് അള്ളാഹുവിന്റെ പ്രവാചകരാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവരിൽ ചില അത്ഭുതങ്ങൾ, മുഅ്ജിസത്തുകൾ അള്ളാഹു അവരിലൂടെ പ്രകടിപ്പിക്കുന്നു. മാജിക് അസാധാരണ സംഭവമാണെങ്കിലും അത് പഠിച്ചവർക്കെല്ലാം അത് അവതരിപ്പിക്കാൻ കഴിയും. മാജിക്കിനെ മുഅ്ജിസത്തിനോട് നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം മുഅ്ജിസത്ത് നബിമാരിൽ നിന്ന് മാത്രം ഉണ്ടാവുന്നതാണ്. മാജിക് അത് പഠിച്ച ആർക്കും അത് ചെയ്യാം. എന്നാൽ ഈ പഠിച്ചവർ തന്നെ ചെയ്യുമ്പോൾ അത് പൊളിഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതാണ് മുഅ്ജിസത്തിന്റെ പ്രത്യേകത. മാത്രമല്ല മാജിക് പരാജയപ്പെടുത്താനും കഴിയും. ശത്രുക്കൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ജീവനോടെ കത്തിച്ചു കളയാൻ തീരുമാനിച്ചു, അല്ലെ? അതിനായി ധാരാളം വിറകുകൾ ശേഖരിച്ചു. അങ്ങനെ ആളിക്കത്തുന്ന വിറകിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞ സംഭവം. പക്ഷേ
ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിൽ നിന്നെല്ലാം പുഞ്ചിരിയോടെ ആ തീകുണ്ടാരത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഒരു മുഅ്ജിസത്തായിരുന്നു. അതുപോലെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കൈവശം ഒരു വടിയുണ്ടായിരുന്നു. എന്തായിരുന്നു അതിന്റെ പ്രത്യേകത? താഴെ ഇട്ടാൽ ഭീകരമായ ഒരു പാമ്പായി മാറും, കയ്യിലെടുത്താൽ അത് വീണ്ടും വടിയാകും. ഈസാ നബി അലൈഹി സ്വലാമിന് മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകാനുള്ള അതിനുള്ള അങ്ങനത്തെ ഒരു മുഅ്ജിസത്ത് ഈസാ നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല കൊടുത്തിരുന്നു. ഒരിക്കൽ ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കിഴവിയായ ഒരു സ്ത്രീ ഈസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, എനിക്ക് ആകെയുള്ള ഒരു മകനാണ് മരിച്ചുപോയത്, അവന് ജീവൻ തിരിച്ചു നൽകിയാലും. കട്ടിലിൽ കിടക്കുന്ന ആ മയ്യത്തിനോട് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി നീ എഴുന്നേൽക്കൂ എന്ന് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു. അയാൾ ഉടനെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. പിന്നീട് ആ മയ്യത്ത് കട്ടിൽ അദ്ദേഹമാണ് ചുമന്നു കൊണ്ടുപോയത്. ആ മയ്യത്ത് ആ കട്ടിലുണ്ടായിരുന്ന മയ്യത്ത്, ആ മയ്യത്താണ് പിന്നീട് ആ മയ്യത്ത് കട്ടിൽ ചുമന്നു കൊണ്ടുപോയത്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിന് മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് അള്ളാഹു തആല കൊടുത്തിരുന്നു. ഇതെല്ലാം അള്ളാഹുവിന്റെ കഴിവാണ്. പക്ഷേ ഈ നബിമാരിലൂടെ അത് പ്രകടമാകുന്നു. ഇങ്ങനെ ധാരാളം മുഅ്ജിസത്തുകൾ നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇസ്രാ മിഅ്റാജ് യാത്ര അത് മുത്ത് നബിയുടെ വലിയ ഒരു മുഅ്ജിസത്താണ്. പരിശുദ്ധമായ ഈ റജബ് ഇസ്രാ മിഅ്റാജിനെ അനുസ്മരിക്കുന്ന സമയം കൂടെയാണ്. അതുപോലെ ചന്ദ്രൻ പിളർന്ന സംഭവം അത് മുത്തുനബിയുടെ മറ്റൊരു മുഅ്ജിസത്താണ്. ജനങ്ങൾക്ക് വെള്ളം ആവശ്യമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കൈവിരലുകൾക്കിടയിലൂടെ ശുദ്ധമായ ജലം പ്രവഹിച്ചു. അത് അവിടുത്തെ മുഅ്ജിസത്താണ്. അതുപോലെ വൃക്ഷങ്ങൾ, മൃഗങ്ങൾ, കല്ലുകൾ മുതലായവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിച്ചു തുടങ്ങിയവ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില മുഅ്ജിസത്തുകളിൽ പെട്ടതാണ്. ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? അത് പരിശുദ്ധമായ ഖുർആനാണ്. അത്ഭുതകരമായ ആ കിതാബ് പഠിച്ചു വിലയിരുത്തിയും ധാരാളം ആളുകൾ ഇന്നും ഇസ്ലാം മതം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ മുത്തുനബിയുടെ ഏറ്റവും വലുതും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതുമായ മുഅ്ജിസത്ത് അത് പരിശുദ്ധമായ ഖുർആനാണ്. ഇപ്പോഴും ഖുർആനിന്റെ ആശയങ്ങൾ പഠിച്ച് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകൾ മരണാനന്തരവും നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ ആരാണ് അംബിയാ മുർസലുകൾ, എന്താണ് മുഅ്ജിസത്ത്, ചില നബിമാർക്ക് അല്ലാഹു തആല കൊടുത്ത മുഅ്ജിസത്തുകൾ എല്ലാം ഇവിടെ വിശദീകരിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് തീകുണ്ടാരത്തിൽ നിന്ന് രക്ഷ കിട്ടി. മൂസാ നബി അലൈഹി സ്വലാമിന് വടി സർപ്പമാവുന്നത്, ഈസാ നബി അലൈഹി സ്വലാം മരിച്ചവരെ ജീവിപ്പിക്കൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ്. അംബിയാ മുർസലുകൾ ആരാകുന്നു? നമ്മൾ പറഞ്ഞു, അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു തആല നിയോഗിച്ച പ്രത്യേകം ആളുകളാണ് അംബിയാ മുർസലുകൾ. മുഅ്ജിസത്ത് എന്നാൽ എന്ത്? അതിന്റെ എല്ലാ വിശദീകരണങ്ങൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. അള്ളാഹുവിന്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു അവർക്ക് നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. നമ്മുടെ നബിയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? പരിശുദ്ധ ഖുർആനാണ്. മാജിക്കും മുഅ്ജിസത്തും തമ്മിലുള്ള വ്യത്യാസം എന്താ? മുഅ്ജിസത്ത് അത് നബിമാരിലൂടെ മാത്രമാണ് പ്രകടമാവുന്നത്. മാജിക് പഠിച്ചവർക്കൊക്കെ ചെയ്യാൻ പറ്റും. മാജിക് പൊളിയാനും സാധ്യതയുണ്ട്. ഇനി കറാമത്ത്. അപ്പൊ നേരത്തെ നമ്മൾ മുഅ്ജിസത്ത് അത് അമ്പിയാക്കന്മാരിലൂടെ പ്രകടമാവുന്നതാണ് എന്ന് പറഞ്ഞു. ഇനി കറാമത്തോ? അത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന കഴിവുകൾക്കാണ് കറാമത്ത് എന്ന് പറയുന്നത്. വലിയ എന്ന പദത്തിന്റെ ബഹുവചനമാണ് ഔലിയ. മഹാത്മാക്കൾക്ക് ഔലിയ എന്ന് നാം പറയുന്നു. അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ. അപ്പോൾ ആരാണ് ഔലിയാക്കൾ എന്നുള്ള ഡെഫിനിഷൻ വിദ്യാർത്ഥികൾ ഓർത്തു വെക്കുക. അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ. അള്ളാഹുവിന്റെ ഇഷ്ടവും സംതൃപ്തിയും ലഭിച്ചവരാണവർ. യാതൊരുവിധ ഭയവും ദുഃഖവും അവർക്കുണ്ടാകില്ല. അല്ലാഹു തആല പറയുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇനി എന്താണ് കറാമത്ത്? ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു. ഔലിയാക്കളെ നാം സ്നേഹിക്കണം, ആദരിക്കണം. അവരെ അവമതിക്കുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ നമ്മിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. അവരെ അങ്ങേയറ്റം ബഹുമാനിക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു തആല ബഹുമാനിച്ച ആളുകളെ നമ്മൾ ബഹുമാനിക്കണം. അല്ലാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ധരിക്കുന്നു. അതിനാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയുക. അങ്ങനെ ഖുദ്സിയായ ഹദീസിലൂടെ പറയാണ്, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ആരെങ്കിലും എന്റെ വലിയനോട് ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ നാം അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. അവരെ ഇകഴ്ത്തുന്ന, അവരെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു സംസാരമോ പ്രവർത്തനമോ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടില്ല. ഇനി ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കറാമത്ത് വിശദീകരിക്കാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഈജിപ്ത് കീഴടക്കി. അപ്പോൾ അവിടെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ ഗവർണറാക്കി നിയമിച്ചു. അങ്ങനെ ഭരണം വളരെ സുഖകരമായി ഇങ്ങനെ മുമ്പോട്ട് പോവാണ്.
ആ സമയത്ത് അവിടുത്തെ ജനങ്ങൾ അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്ന ഗവർണറോട് വന്നിട്ട് ഒരു പരാതി പറയാണ്. എന്താണ് പരാതി? നൈൽ നദിക്കൊരു പതിവുണ്ട്, ഓരോ വർഷവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അണിഞ്ഞൊരുക്കി നൈലിൽ ഇടണം, എങ്കിൽ മാത്രമേ അത് ഒഴുകൂ. ഇപ്പോൾ അതിന്റെ സമയമാണ്, എന്ന് വെച്ചാൽ നൈലിന്റെ ഒഴുക്ക് നിൽക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് സുന്ദരിയായ ഒരു പെണ്ണിനെ അണിച്ചൊരുക്കി ആ നൈലിൽ ഇടണം, എങ്കിലേ ആ നൈല് വീണ്ടും ഒഴുകൂ. ഈ ഒരു പരാതി അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു. എന്നാൽ ഈ ഒരു സമ്പ്രദായത്തെ ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്തത്? പതിവ് പോലെ അത് ലഭിക്കാത്തതിനാൽ നൈൽ നദിയുടെ ഒഴുക്ക് നിന്നു. ജനങ്ങൾ ഭയപ്പെട്ടു. ഗവർണർ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു കത്തെഴുതി. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഒരു കത്ത് തിരിച്ചെഴുതാണ്. എന്നിട്ട് അത് നൈൽ നദിയിൽ ഇടാൻ വേണ്ടി നിർദ്ദേശിച്ചു. ആ കത്തിൽ എന്താണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുതിയത്? ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്തയച്ച ആ കത്ത് നൈലിൽ ഇട്ടതിനു ശേഷം പിന്നീട് ഒരിക്കലും നൈൽ നദി നിലച്ചിട്ടില്ല, അതിന്റെ ഒഴുക്ക് നിലച്ചിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം. എന്താണ് ഉമർ റളിയല്ലാഹു അൻഹു എഴുതിയത്? من عبد الله عمر ابن الخطاب أمير المؤمنين إلى نيل مصر أما بعد فإن كنت تجري من قبلك فلا تجري وإن كان الله يجريك فأسأل الواحد القهار أن يجريك. നൈൽ നദി നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഒഴുകുന്നതെങ്കിൽ നീ ഒഴുകാതെ നിൽക്കുക. അതല്ല, നിന്നെ ഒഴുക്കുന്നത് അള്ളാഹുവാണെങ്കിൽ വാഹിദും ഖഹാറുമായ അള്ളാഹുവിനോട് നിന്നെ ഒഴുക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു. ഈ സംഭവം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തായിരുന്നു. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്താണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ വെളിവായിട്ടുള്ളത്. അപ്പോൾ ഔലിയാക്കന്മാരിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകടിപ്പിക്കുന്ന സംഭവങ്ങൾക്കാണ്, അത്ഭുത സംഭവങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുന്നത്. ഇവരുടെയും കറാമത്ത് ജീവിതകാലത്തെന്ന പോലെ മഹാത്മാക്കൾക്ക് മരണാനന്തരവും കറാമത്തുകൾ ഉണ്ടാകുന്നതാണ്. കറാമത്ത് എന്നാൽ എന്താണ്? ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുതങ്ങളാണ് കറാമത്ത്. ഔലിയാക്കളോട് ശത്രുത കാണിക്കുന്നവരെ കുറിച്ച് അല്ലാഹു തആല എന്താണ് പറഞ്ഞത്? ആരെങ്കിലും എന്റെ വലിയനോട് ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഈജിപ്തിലെ ഗവർണറായി ആരെയാണ് നിയമിച്ചത്? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ. ആരാണ് ഔലിയാക്കൾ? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, അല്ലാഹുവിന് സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ. ഇനി നൈലിൽ ഇടാൻ നിർദ്ദേശിച്ചുകൊണ്ട് എന്തായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു എഴുതിയത്? നമ്മൾ ഇവിടെ വായിച്ചു, അത് വിദ്യാർത്ഥികൾ ഓർത്തുവെക്കുക. ഇനി അടുത്തത് അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് സഹാബികൾ എന്ന് പറഞ്ഞാൽ? മുഅ്മിനായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഅ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സഹാബി എന്ന് പറയുന്നത്. അപ്പൊ വിശ്വാസത്തോടുകൂടെ നബി തങ്ങളുടെ അടുക്കൽ ഒരല്പസമയമാണെങ്കിലും സഹവസിച്ചു, അത് ആ ഈമാനിലായി, ആ വിശ്വാസത്തിലായി മരണപ്പെടുകയും ചെയ്തവരാണ് സഹാബികൾ. അവർ സത്യസന്ധരും നീതിമാന്മാരും അമ്പിയാക്കളല്ലാത്ത മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരുമാകുന്നു. അവരെ സ്നേഹിക്കലും ആദരിക്കലും നമുക്ക് നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ 100,000-ൽ പരം സഹാബികൾ ഉണ്ടായിരുന്നു. അവരിൽ 10 പേർ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാണ്. സഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ അൽ ഖുലഫാഉർ റാഷിദൂൻ എന്ന പേരിൽ അറിയപ്പെട്ട സയ്യിദുന അബൂബക്കർ റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സയ്യിദുന അലി റളിയല്ലാഹു അൻഹും എന്നിവരാണ് അവർ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളുടെ പേരാണ് ഇനി താഴെ കൊടുക്കുന്നത്. ആരൊക്കെയാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നുൽ അവാം റളിയല്ലാഹു അൻഹു, തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദത്ത് ഇബ്നു അൽ ജറാഹ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്നീ 10 സഹാബികൾ. ഇവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗം സന്തോഷ വാർത്തയായി അറിയിക്കപ്പെട്ടവരാണ്. ഇത് പഠിക്കാൻ നമുക്ക് ഖസീദത്തുൽ ബുർദയിലെ യാ അക്രമ എന്നുള്ള ആ ഒരു സെഷൻ, അതിന്റെ അവസാനത്തിൽ എന്ന് തുടങ്ങുന്ന ബൈത്ത് പഠിച്ചാൽ ഈ 10 ആളുകളുടെ പേരുകൾ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. ആരാകുന്നു അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? വിശ്വാസത്തിലായി മുഅ്മിനായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഅ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സഹാബി എന്ന് പറയുന്നത്. ആരാകുന്നു? അൽ ഖുലഫാഉർ റാഷിദൂൻ. ഖുലഫാഉർ റാഷിദൂൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഖുലഫാഉർ റാഷിദൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഭരണം ഏറ്റെടുത്തവർ കൂടെയാണ് ഖുലഫാഉർ റാഷിദൂൻ എന്ന പേരിൽ അറിയപ്പെടുന്നവർ. സഹാബത്തിന്റെ വിശേഷണം എന്താണ്?
എന്താണ് സഹാബത്തിന്റെ വിശേഷണം? അവർ സത്യസന്ധരും നീതിമാന്മാരും അമ്പിയാക്കൾ അല്ലാത്ത മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരുമാകുന്നു. അപ്പൊ നബിമാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? സഹാബികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ ഉണ്ടായിരുന്ന സഹാബത്ത് എത്രയാണ്? 1,00,000-ൽ പരം സഹാബികൾ ഉണ്ടായിരുന്നു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിമാർ എത്രയാണ്? 10 അൽ ഖുലഫാഉ റാഷിദൂൻ എന്ന പേരിൽ അറിയപ്പെടുന്ന 4 സഹാബികൾ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഇതെല്ലാം വേർതിരിച്ച് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. ഇനി പാഠം 6, അഹ്ലുസുന്നത്തി വൽ ജമാഅ. എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്. ഇസ്ലാമിന്റെ പേരിൽ പല കക്ഷികളും ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നിരപരാധികളെ കൊന്നൊടുക്കുന്നു. ചാവേർ സ്ഫോടനങ്ങൾ നടത്തുന്ന ചില തീവ്രവാദികൾ പോലും ഇസ്ലാമിന്റെ പേരിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മളൊക്കെ മീഡിയയിൽ ധാരാളമായിട്ട് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗം അഹ്ലുസുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഖുർആൻ, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ് എന്നിവയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. ഏതെല്ലാം? ഖുർആൻ, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ്. ഈ 4 കാര്യങ്ങളാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണ്, നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, ഉദ്ദേശം, മൗനാനുവാദം എന്നിവയാണ് സുന്നത്ത്. അപ്പൊ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മുത്തുനബിയുടെ വാക്കുകൾ, പ്രവൃത്തികൾ, അവിടുത്തെ ഉദ്ദേശങ്ങൾ, മൗനാനുവാദം, ഇതിനൊക്കെയാണ് സുന്നത്ത് എന്ന് പറയാം. എന്താണ് ഇജ്മാഅ് എന്ന് പറഞ്ഞാൽ? ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏക അഭിപ്രായമാണ് ഇജ്മാഅ്. ഇനി ഖിയാസ് എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തമായ മതവിധിയുള്ള ഒരു കാര്യത്തിന്റെ വിധി വ്യക്തമായ മതവിധി ഇല്ലാത്ത അതുപോലെയുള്ള മറ്റൊരു വിഷയത്തിന് ബാധകമാക്കലാണ് ഖിയാസ്. അപ്പോൾ ഈ ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും ഈ 4ഉം ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. ഒരു വിശ്വാസി ഈ 4 കാര്യങ്ങളെയും ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഖുർആനിനെയും സുന്നത്തിനെയും ഇജ്മാഇനെയും ഖിയാസിനെയും അംഗീകരിക്കേണ്ടതുണ്ട്. ഇതില് ഈ 4ൽ ഒരു പ്രമാണത്തെയും നമ്മൾ തള്ളി പറയാൻ പാടില്ല. സച്ചരിതരായ സഹാബത്ത് ഖുർആൻ, അതിന്റെ വ്യാഖ്യാനമായ സുന്നത്ത് എന്നിവയിൽ നിന്ന് മതവിധികൾ കണ്ടെത്തി മതനിയമങ്ങളുടെ പൂർണ്ണതയ്ക്ക് ഇജ്മാഉം ഖിയാസും അവർ ആധാരമാക്കി. അവർ സ്വീകരിച്ച മാർഗത്തിലൂടെ മുജ്തഹിദുകളായ ഇമാമുകൾ മതനിയമങ്ങൾ ക്രോഡീകരിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്തു. ഇതിനാണ് മദ്ഹബുകൾ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 4 മദ്ഹബുകൾ: ഹനഫി മദ്ഹബ്, അതുപോലെ മാലിക്കി മദ്ഹബ്, ഷാഫിഈ മദ്ഹബ്, ഹംബലി മദ്ഹബ്. ഇതൊക്കെ മുജ്തഹിദുകളായ 4 ഇമാമുകളാണ്. അവർ ഓൾറെഡി ഈ മതനിയമങ്ങളൊക്കെ ഈ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഇജ്മാഇന്റെയും ഖിയാസിന്റെയും അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. നമ്മൾ അത് ഫോളോ ചെയ്താൽ മതി. വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ചത് ഇമാം അബുൽ ഹസനിൽ അശ്അരി റഹിമഹുല്ലാ എന്നിവരും ഇമാം അബു മൻസൂരിനിൽ മാതുരീദി റഹിമഹുല്ലാ എന്നിവരുമാണ്. നമ്മളിത് നേരത്തെ മറ്റൊരു വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. കർമ്മപരമായ വിധികളെ ക്രോഡീകരിക്കണം. കർമ്മപരമായ വിധികളുടെ ക്രോഡീകരണം പൂർത്തീകരിച്ചത് ഇമാം അബു ഹനീഫ റഹിമഹുല്ലാ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു എന്നിവരുമാണ്. അപ്പൊ കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ ക്രോഡീകരിച്ച 4 ഇമാമിയങ്ങളുടെ പേരും വിശ്വാസപരമായ കാര്യങ്ങൾ ക്രോഡീകരിച്ച 2 ഇമാമുകളുടെ പേരും വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. സത്യസന്ധമായ ഈ മതവിധികൾ അംഗീകരിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അപ്പൊ സുന്നികൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറയപ്പെട്ട ഇസ്ലാമിന്റെ 4 പ്രമാണങ്ങളെയും വിശ്വാസപരമായിട്ടുള്ള ഈ 2 ഇമാമിയങ്ങളെയും ഒക്കെ അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ആര്? അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്നവരാണ് ബിദ്അഇകൾ. അപ്പൊ നമുക്ക് ഖുർആൻ സ്വന്തമായി വ്യാഖ്യാനിക്കാനുള്ള അവകാശമില്ല. ഹദീസുകളെ വികൃതമായ രൂപത്തിൽ അർത്ഥവ്യത്യാസം നടത്താൻ നമുക്ക് സാധ്യമല്ല. മുൻഗാമികളായ മുജ്തഹിദുകളായ ആളുകൾ എന്തു പറഞ്ഞു വെച്ചു അതാണ് നമ്മൾ പറയേണ്ടത്. അല്ലാതെ സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കുന്നവരാണ് ആര്? ബിദ്അഇകൾ, പുത്തനാശയക്കാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം ശ്രദ്ധിക്കൂ. സതഫ്തരികു ഉമ്മത്തി അലാ 73 മില്ലഹ കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ ഖാലു മൻ ഹിയ യാ റസൂലല്ലാഹ് ഖാല മാ അന അലൈഹി വസ്ഹബി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ സമുദായം 73 വിഭാഗങ്ങളായി വേർതിരിയും. ഒരു വിഭാഗം ഒഴികെ മറ്റു വിഭാഗങ്ങൾ മുഴുവനും നരകത്തിലാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ആരാണ് നബിയെ ആ ഒരു വിഭാഗം? അപ്പൊ മുത്തനബി പറഞ്ഞു, ഞാനും എന്റെ സഹാബത്തും സഞ്ചരിച്ച മാർഗമാണത്.
ഞാനും എന്റെ സഹാബത്തും സഞ്ചരിച്ച മാർഗമാണത്. അപ്പോൾ സുന്നികൾ എന്ന് പറഞ്ഞാൽ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സഹാബികൾ, അവരുടെയൊക്കെ ആ ഒരു മാർഗമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗം. ഖുർആനും സുന്നത്തും മാത്രമേ സ്വീകരിക്കൂ എന്ന് പറയുന്നത് അപകടകരമാണ്. മരണാനന്തരം മഹാത്മാക്കൾക്ക് അള്ളാഹു നൽകിയ പ്രത്യേകതകൾ നിഷേധിക്കുക, അതുപോലെ ജുമുഅയുടെ ഒന്നാമത്തെ ബാങ്ക് അനാചാരമാണെന്ന് പറയുക, 20 റക്അത്ത് തറാവീഹിനെയും സുബഹിലെ ഖുനൂത്തിനെയും അനാചാരമാക്കുക, സലാത്തും ദിക്റും കൂട്ടമായി ചൊല്ലുന്നതിനെ തള്ളിപ്പറയുക, ഖുർആനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കുക, ഇതെല്ലാം മുബ്തദിഉകളുടെ ചില അടയാളങ്ങളാണ്, പുത്തനാശയക്കാരുടെ ചില അടയാളങ്ങളാണ്. ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗമായ സുന്നത്ത് ജമാഅത്തിനെ പിൻപറ്റി സ്വർഗ വിഭാഗത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പൊ ബിദ്അത്തിനോട്, പുത്തനാശയക്കാരോട് നമ്മൾ ഒരിക്കലും സമരസപ്പെടാൻ പാടില്ല. നമ്മൾ സ്വീകരിക്കേണ്ടുന്ന മാർഗം അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. മരണം വരെ ആ പാതയിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും അടിയുറച്ച് നിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഏതെല്ലാം? 4 ഖുർആൻ, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ്. ആരാകുന്നു അഹ്ലു സുന്നത്തി വൽ ജമാഅ? ഈ 4 പ്രമാണങ്ങളെയും അതുപോലെ മുജ്തഹിദുകളായ ഇമാമുകളെയും അതുപോലെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ ക്രോഡീകരിച്ച ഇമാമുകളെയും എല്ലാവരെയും അനുസരിക്കുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിദ്അഇകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ മുൻഗാമികളായ മുജ്തഹിദുകളായ ആളുകൾ അവർ ക്രോഡീകരിച്ച സംഭവങ്ങളെയൊക്കെ തള്ളിപ്പറയുകയും പുതിയ ആശയങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നവരാണ് ബിദ്അഇകൾ. അല്ലാഹുവിനടുക്കൽ സ്വീകാര്യമായ മതം ഏത് മാത്രമാണ്? ഇസ്ലാം മാത്രമാണ്. ഇനി പാഠം 7 അദ്ദുആ. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും അത്യധികം ദുഃഖവും സങ്കടവും ഉണ്ടാകുന്ന അവസരങ്ങൾ ഉണ്ടാകാറില്ലേ? നമുക്കോ അടുത്ത ബന്ധുക്കൾക്കോ ഗുരുതരമായ രോഗം വന്നു, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ ആകാറില്ലേ? എന്നാൽ നാം എന്ത് ചെയ്യും? മനസ്സറിഞ്ഞ് ഏകനും സർവശക്തനും ആരാധ്യനുമായ റബ്ബിനോട് പ്രാർത്ഥിക്കും, അല്ലെ? പലപ്പോഴും റബ്ബ് നമുക്ക് ചോദിച്ചത് തന്നെ നൽകുകയും ചെയ്യും. അത് നമ്മിൽ പലരുടെയും അനുഭവങ്ങളാണ്. മനുഷ്യൻ ദുർബലനും നിസ്സഹായകനുമാണ്. അള്ളാഹുവിനെ ആശ്രയിക്കാതെയും അവന്റെ സഹായമില്ലാതെയും മനുഷ്യൻ ഒന്നും ചെയ്യാനാകില്ല. അപ്പോ ഈ ദുആ എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് അത്യാവശ്യമായ ഒന്നാണ്. എന്താണ് ദുആ എന്ന് പറഞ്ഞാൽ? ആരാധ്യൻ എന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് ദുആ. ആരാധ്യൻ എന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനക്കാണ് ദുആ എന്ന് പറയുന്നത്. ദുആന്റെ ഡെഫിനിഷൻ വിദ്യാർത്ഥികൾ പഠിക്കണം. അപ്പോൾ ക്രൈസ്തവ സഹോദരൻ യേശുവിനോട് നടത്തുന്ന സഹായാർത്ഥന പ്രാർത്ഥനയാണ്. കാരണം എന്താ? അവരുടെ വിശ്വാസപ്രകാരം യേശു ദൈവമാണ്. അതുകൊണ്ട് ഒരു ഹൈന്ദവ സഹോദരൻ ഗുരുവായൂരപ്പനോട് നടത്തുന്ന സഹായാർത്ഥന പ്രാർത്ഥനയാണ്. അവരുടെ വിശ്വാസപ്രകാരം ഗുരുവായൂരപ്പൻ ദൈവമാണ്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ ലാത്തയോടും മറ്റും നടത്തിയിരുന്ന സഹായാർത്ഥന പ്രാർത്ഥനയാണ്. കാരണം അവരുടെ വിശ്വാസപ്രകാരം അത് ദൈവമായിരുന്നു. മുസ്ലിങ്ങൾ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥന പ്രാർത്ഥന തന്നെ. എന്നാൽ മുസ്ലിങ്ങൾ ഔലിയാക്കളോടും മറ്റും നടത്തുന്ന സഹായാർത്ഥന അത് പ്രാർത്ഥനയല്ല. കാരണം എന്താ? അമ്പിയാക്കളും ഔലിയാക്കളും ആരാധ്യരല്ല. മുഅ്മിനുകളായ നാം അപ്രകാരം വിശ്വസിക്കുന്നവരുമല്ല. ഇനി പ്രാർത്ഥനയ്ക്ക് ചില മര്യാദകളുണ്ട്. എന്തൊക്കെയാണ്? ആദ്യവും അവസാനവും അള്ളാഹുവിനെ സ്തുതിക്കുക. അപ്പൊ ദുആ ചെയ്യുമ്പോൾ തുടങ്ങുന്ന സമയത്ത് അൽഹംദു കൊണ്ട് തുടങ്ങുക, ഹംദു കൊണ്ട് തുടങ്ങുക. അതുപോലെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലുക. പ്രാർത്ഥനയുടെ ആമുഖമായി എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യൽ, സൽക്കർമ്മങ്ങളെയോ സദ്വൃത്തരെയോ ഒക്കെ മുൻനിർത്തി പ്രാർത്ഥിക്കൽ, ഇതൊക്കെ എന്താണ്? നമ്മൾ ദുആവുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട മര്യാദകളാണ്. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അതിനെ മുൻനിർത്തിയിട്ട് ദുആ ചെയ്യാം. ഒരു അന്ധനായ സഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന നമ്മൾ നേരത്തെ മുൻപാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഓർക്കുമല്ലോ. ഇനി അന്ധനായ സഹാബി ആരെ മുൻനിർത്തിയാണ് പ്രാർത്ഥിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയോ? ഉടനെ തന്നെ കിട്ടി. ദുആ എന്നാൽ എന്താണ്? നമ്മളിവിടെ ദുആന്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. ആരാധന എന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് ദുആ. ഇനി അടുത്തത് 8ാമത്തെ പാഠം ഇൽമുൽ ഗൈബാണ്. എന്താണ് ഇൽമുൽ ഗൈബ് എന്ന് പറഞ്ഞാല്? മറഞ്ഞ കാര്യങ്ങൾ. സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിനാണ് ഗൈബ് എന്ന് പറയുന്നത്. അള്ളാഹു അല്ലാതെ മറ്റാരും ഗൈബ് അറിയുകയില്ല. മറഞ്ഞ കാര്യങ്ങൾ അത് ആർക്കും മാത്രമേ അറിയുള്ളൂ? അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അള്ളാഹു തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്. അള്ളാഹു അല്ലാതെ മറഞ്ഞ കാര്യങ്ങൾ മറ്റാർക്കും അറിയില്ല. അമ്പിയാക്കൾ, ഔലിയാക്കൾ എന്നിവരിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ ഗൈബിനെ അറിയിച്ചു കൊടുക്കും. ചില ആളുകളൊക്കെ എന്ത് ചെയ്യും? മറഞ്ഞ കാര്യങ്ങൾ, വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. എന്താണ് അതിന്റെ ഉദ്ദേശം? അള്ളാഹു തആല
അവരുദ്ദേശിച്ച ചില ആളുകൾക്ക് അവൻ ഗൈബിനെ അറിയിച്ചു കൊടുക്കും. അപ്പോൾ ഔലിയാക്കന്മാരിൽ നിന്ന്, നബിമാരിൽ നിന്നൊക്കെ ഗൈബ് പ്രകടമാവും. ഖിയാമത്ത് നാൾ വരെ ലോകത്ത് സംഭവിക്കുന്ന നിരവധി കാര്യങ്ങളെ വിവിധ സന്ദർഭങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചത് അള്ളാഹു ഗൈബ് അറിയിച്ചതിന്റെ തെളിവാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പ്രവചിച്ചു. പല കാര്യങ്ങളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു, ഇനി നടക്കാനിരിക്കുന്നു. അതെല്ലാം എങ്ങനെയാണ് മുത്തുനബി പറഞ്ഞത്? അള്ളാഹു തആല ഗൈബ് അറിയിച്ചു കൊടുത്തതിന്റെ തെളിവാണ്. ഖദർ അലൈഹിസ്സലാം ഗൈബിയായ പല കാര്യവും മൂസാ നബി അലൈഹിസ്സലാമിന് പറഞ്ഞു കൊടുത്തതായി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു, നിങ്ങൾ ഭക്ഷിച്ചതെന്താണെന്നും നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചതെന്താണെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതുപോലെ പല പ്രവാചകന്മാരും ഗൈബിയായ പല കാര്യങ്ങളും പ്രവചിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ മാതാവിന് മറഞ്ഞ കാര്യം അള്ളാഹു അറിയിച്ചു കൊടുത്തതായി ഖുർആനിൽ വന്നിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, വഔഹൈനാ ഇലാ ഉമ്മി മൂസാ അൻ അർളിഈഹി ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യമ്മി വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദ്ദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. മൂസാ നബി അലൈഹി സ്വലാമിന്റെ മാതാവിന് നാം സന്ദേശം നൽകി, കുട്ടിക്ക് നീ മുലയൂട്ടുക, കുട്ടിയെ ഫിർഔൻ കൊന്നുകളയുമോ എന്ന് നീ ഭയപ്പെട്ടാൽ കുട്ടിയെ നൈൽ നദിയിൽ ഇടുക, നീ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തരായ നബിമാർക്ക് ഗൈബിയായ വിഷയങ്ങളൊക്കെ അറിയിച്ചു കൊടുത്തതിന്റെ തെളിവുകൾ ഖുർആനിലും അല്ലാതെയുമായിട്ട് ധാരാളം നമുക്ക് വായിക്കാൻ സാധിക്കും. നിശ്ചയം അവന് നാം നിന്നിലേക്ക് തിരിച്ചു നൽകുകയും അവനെ പ്രവാചകരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. ആരെ? മൂസാ നബി അലൈഹിസ്സലാമിനെ. മറ്റൊരിടത്ത് അല്ലാഹു തആല പറയുന്നു, നൈൽ കുട്ടിയെ കടപ്പുറത്തിടും, എന്റെയും കുട്ടിയുടെയും ശത്രു കുട്ടിയെ എടുക്കും. അങ്ങനെ ഫിർഔൻ എടുത്തു വളർത്തിയല്ലോ. കുട്ടിയെ നൈൽ കടപ്പുറത്തേക്ക് ഇടും, ഫിർഔൻ കുട്ടിയെ എടുക്കും, കുട്ടിയെ തിരിച്ചു കിട്ടും, കുട്ടി മുർസലുകളിൽപ്പെട്ട ആളാണ് എന്നീ വിവരങ്ങളെല്ലാം മറഞ്ഞ കാര്യങ്ങളാണ്. ഇതെല്ലാം അല്ലാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങളാണ്. ഇനിയോ പേർഷ്യയിലെ നഹാവന്തിൽ ശത്രുക്കളുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം സൈന്യത്തിന്റെ നായകനോട് മദീന പള്ളിയിൽ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയാണ്, യാ സാരിയ അൽ ജബൽ അൽ ജബൽ. നഹാവന്ത് പട്ടണത്തിൽ പർവ്വത നിരയുടെ ഒരു ഭാഗത്തിലൂടെ ഇരച്ചു കയറാൻ ശ്രമിക്കുന്ന ശത്രു സൈന്യത്തെ കണ്ടതുകൊണ്ടായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ മിമ്പറിൽ വെച്ച് അങ്ങനെ പറഞ്ഞത്. അപ്പൊ എങ്ങനെ കാണാൻ സാധിച്ചു? അത് അല്ലാഹു തആല ആ മറഞ്ഞ കാര്യത്തെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് കാണിച്ചു കൊടുത്തു. പർവ്വത ഭാഗം ശ്രദ്ധിക്കൂ എന്ന് സാരിയത്തിനോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു എത്രയോ അകലെ നിലകൊള്ളുന്ന നഹാവന്തിലെ ആ സംഭവം കണ്ടതും സാരിയ നിർദ്ദേശം കേട്ടതും അള്ളാഹു അവർക്ക് നൽകിയ ഇൽമുൽ ഗൈബ് കൊണ്ടാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിനും സാരിയ റളിയല്ലാഹു അൻഹുവിനും ഒക്കെ ആ കഴിവ് കൊടുത്തത് അള്ളാഹുവാണ്. പ്രവാചകരിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു ഗൈബ് അറിയിച്ചു കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ മുഅ്ജിസത്തുകളിൽ പെട്ടതാണ്. ഔലിയാക്കളിലും ഗൈബ് അറിയുന്നവരുണ്ടാവുമെന്നതിന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവം അത് തെളിവാണ്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ മാതാവിന് അള്ളാഹു നൽകിയ വഹയും സാക്ഷിയാണ്. അമ്പിയാക്കളിൽ നിന്ന് മുഅ്ജിസത്തായി സംഭവിക്കുന്ന കാര്യങ്ങൾ ഔലിയാക്കളിൽ നിന്ന് കറാമത്തായി സംഭവിക്കുന്നതാണ്. ഗൈബ് എന്നാൽ എന്താണ്? മറഞ്ഞ കാര്യങ്ങൾ. അതുപോലെ എല്ലാ ഗൈബും അറിയുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ വിദ്യാർത്ഥികൾ കൃത്യമായി മനസ്സിലാക്കുക. ഇനി അടുത്ത പാഠത്തിൽ നമുക്ക് പറയാനുള്ളത് ഇഅ്ജാസുൽ ഖുർആൻ, ഖുർആനിന്റെ അമാനുഷികത, അത്ഭുതം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധമായ ഗ്രന്ഥമാണ് ഖുർആൻ. അറബി ഭാഷയിലാണ് ഈ പരിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ടത്. അന്ത്യനാൾ വരെയുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഇറക്കപ്പെട്ടതാണ്. എല്ലാവർക്കും സന്മാർഗമായി ഇറക്കിക്കൊടുത്തതാണ്. അവസാനത്തെ ഗ്രന്ഥമാണ്. ഇനി ഒരു ഗ്രന്ഥം ഇവിടെ വരാനില്ല. ഈ പരിശുദ്ധമായ ഖുർആനിന് മുമ്പും അല്ലാഹു തആല പല നബിമാർക്കും കിതാബുകൾ ഇറക്കിയിട്ടുണ്ട്. 3 കിതാബുകളും 100 ഏടുകളും അവതരിപ്പിക്കപ്പെട്ടുവെങ്കിലും അവ അതാത് കാലത്തെ സമൂഹത്തിലേക്ക് മാത്രമായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ആ ഒരു സമൂഹത്തിന് മാത്രമായിരുന്നു തൗറാത്ത്. അങ്ങനെ ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് മാത്രമുള്ളതായിരുന്നു. എന്നാൽ പരിശുദ്ധമായ ഖുർആൻ ഇനി ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ ജനങ്ങൾക്കും ഉള്ളതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന 23 വർഷങ്ങളിലായാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഹിറാ ഗുഹയിൽ വെച്ച് സൂറത്തുൽ അലഖ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ആദ്യം മുതൽ മാ ലം യഅലം വരെയുള്ള ആയത്തുകൾ കൊണ്ടായിരുന്നു ഖുർആനിന്റെ അവതരണാരംഭം.
ലോകാവസാനം വരെ നിലനിൽക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ സംരക്ഷണം അള്ളാഹു തന്നെ ഏറ്റെടുത്തതാണ്. അള്ളാഹു തആല പറയുന്നു, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. വിശുദ്ധ ഖുർആൻ പോലെയുള്ള ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ അതിലെ അധ്യായം പോലെയുള്ള ഒരു അധ്യായം കൊണ്ടുവരൂ എന്ന ഖുർആനിന്റെ വെല്ലുവിളി ഇന്നും നിലനിൽക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്, അമാനുഷികമാണ്. ലോകത്തിന്റെ മുമ്പിൽ നിലനിൽക്കുന്ന ഈ വെല്ലുവിളി 14 നൂറ്റാണ്ട് പിന്നിട്ടു. എന്നാൽ ഖുർആനിന്റെ ദൈവികത നിഷേധിക്കുന്നവർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. പലരും ഇത് മുഹമ്മദ് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചിരുന്നു. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് പരിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ചത്. ഈ ഖുർആനിലെ ഒരു ആയത്തിനോട് കിടപിടിക്കുന്ന ഒരു ആയത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ എന്ന് വെല്ലുവിളിച്ചിട്ട് ഇന്ന് വരെ ഒരാൾക്കും അത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഖുർആനിനെയും പ്രവാചകനെയും വിമർശിക്കാനായി നിലകൊണ്ടിരുന്ന വലീദ് ബിൻ മുഗീറ ഖുർആനിക വചനങ്ങൾ കേട്ടപ്പോൾ അതിൽ ആകൃഷ്ടനായി നിന്നു പോവുകയാണ് ഉണ്ടായത്. പിന്നീട് കൂട്ടുകാരായ അബൂജഹലിനോടും മറ്റും ചില കാരണങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ് അവൻ ചെയ്തത്. യഥാർത്ഥത്തിൽ ശത്രുക്കൾക്ക് പോലും മനസ്സിലായിട്ടുണ്ട് ഇത് അള്ളാഹുവിൽ നിന്നുള്ള ദൈവിക ഗ്രന്ഥമാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പോലും അവരുടെയൊക്കെ അഭിമാന പ്രശ്നം, ഇനി മുസ്ലിമായി മുഹമ്മദിനെ അംഗീകരിച്ചു എന്ന് പറഞ്ഞാല് സമൂഹത്തിലുള്ള വില നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ചമ്മല് കാരണമാണ് അവരൊന്നും ഈ വിഷയം പുറത്തു പറയാതിരുന്നത്. ഖുർആനിന് മുമ്പ് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ പലവിധ മാറ്റത്തിരുത്തലുകൾക്കും വിധേയമായിട്ടുണ്ട്. എന്നാൽ അവസാന നാൾ വരെ ഒരു മാറ്റത്തിനും വിധേയമാവാതെ വിശുദ്ധ ഖുർആൻ നിലനിൽക്കുക തന്നെ ചെയ്യും. ഇത് ഖുർആനിന്റെ മറ്റൊരു അമാനുഷികതയാണ്. അപ്പൊ മുത്തുനബിക്ക് എങ്ങനെയാണോ ഇറക്കപ്പെട്ടത് അതുപോലെ തന്നെയാണ് ഇന്നും ഇനി എന്നും ഇവിടെ നിലനിൽക്കുക. ആധുനിക ശാസ്ത്രം ഈ അടുത്ത കാലത്ത് മാത്രം പറഞ്ഞതും ഇനിയും പറയാത്തതുമായ എത്രയോ പ്രപഞ്ച സത്യങ്ങൾ പരിശുദ്ധമായ ഖുർആനിൽ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രപഞ്ചത്തിന്റെ ഉത്ഭവം, മനുഷ്യന്റെ ഉൽപ്പത്തി, സൂര്യന്റെ സഞ്ചാരം, ഭൂമിയുടെ ആകൃതി, ഗ്രഹങ്ങളുടെ സഞ്ചാരപഥങ്ങൾ തുടങ്ങി ഖുർആൻ സ്പർശിക്കാത്ത ഒരു പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഭരണഘടന പലപ്പോഴും ഭേദഗതി ചെയ്തിട്ടുണ്ട്. പക്ഷേ 14 നൂറ്റാണ്ട് പിന്നിട്ട ഖുർആനിലെ ഒരു ഭേദഗതി പോലും ഇതുവരെ ആവശ്യമായി വന്നിട്ടില്ല, ഇനി വരികയുമില്ല. പരിശുദ്ധ ഖുർആനിന്റെ ചില ബേസിക്കലി ഉള്ള വിവരങ്ങളാണ് ഇനി താഴെ തരുന്നത്. സൂറത്തുകളുടെ എണ്ണം 114 ഖുർആനിന്റെ ഉമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹയാണ്. ഖുർആനിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് സൂറത്ത് യാസീനാണ്. തൗഹീദിന്റെ സൂറത്ത്, ഏകത്വത്തിന്റെ സൂറത്ത് എന്നറിയപ്പെടുന്നത് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ളതാണ്. സൂറത്ത് മക്കിയ്യ, സൂറത്ത് മദനിയ്യ. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിരിക്കുന്ന സമയത്ത് അവതരിക്കപ്പെട്ട സൂറത്തുകൾക്കാണ് മക്കിയ്യ എന്ന് പറയുക. 86 സൂറത്തുകളാണുള്ളത്. മുത്തനബി മദീനയിലായിരിക്കുമ്പോൾ അവതരിക്കപ്പെട്ട സൂറത്തിന് സൂറത്ത് മദനിയ്യ എന്ന് പറയും. 28 സൂറത്തുകളാണ് അങ്ങനെയുള്ളത്. സൂറത്തുൽ തഅദിലു സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 എന്നറിയപ്പെടുന്ന സൂറത്ത് അത് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് 4 കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഖുർആനിനെ കുറിച്ച് നമ്മൾ ധാരാളം പറഞ്ഞു, അതിൽ നിന്ന് ഏതെങ്കിലും 4 കാര്യങ്ങൾ എഴുതാം. ഖുർആനും മറ്റു ഗ്രന്ഥങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ? മറ്റു ഗ്രന്ഥങ്ങൾ അതാത് കാലക്കാർക്ക് വേണ്ടി മാത്രമായിരുന്നു, എന്നാൽ ഖുർആൻ ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്കുള്ളതാണ്. ഖുർആനിന്റെ അമാനുഷികത വ്യക്തമാക്കുന്ന 2 കാര്യങ്ങൾ, ഒരു മാറ്റത്തിരുത്തലുകളും വന്നിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, പല കാര്യങ്ങളും പറഞ്ഞു, അതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതുകയാണ് വേണ്ടത്. ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ചില പ്രപഞ്ച സത്യങ്ങൾ, അതുപോലെ ഖുർആനിന് മുമ്പുള്ള ഗ്രന്ഥങ്ങൾ, അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഓർത്തുവെക്കുക. ആദ്യമായി ഇറക്കപ്പെട്ട ആയത്തുകൾ ഏതാണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് തുടങ്ങിയ ആദ്യത്തെ 5 ആയത്തുകൾ. ഖുർആൻ ആദ്യമായി ഇറങ്ങിയ സ്ഥലം ഹിറാ ഗുഹ. എത്ര വർഷം കൊണ്ടാണ് ഖുർആനിന്റെ അവതരണം? 23 വർഷം കൊണ്ട്. ഖുർആനിന്റെ വെല്ലുവിളി എന്തായിരുന്നു? ഈ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്തിനോട് തത്തുല്യമായ ഒരായത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ എന്നുള്ളതായിരുന്നു ഖുർആനിന്റെ വെല്ലുവിളി. ഇനി പാഠം 10, അൽ ജിന്നു വശയാത്തീൻ. വിശാലമായ ഈ പ്രപഞ്ചം നിങ്ങൾ കണ്ടിട്ടില്ലേ? എത്ര സൃഷ്ടിജാലങ്ങൾ കരയിലും കടലിലും ജീവിക്കുന്നു. എണ്ണിയാലൊടുങ്ങാത്ത ജീവികൾ. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നാം കാണുന്ന ജീവികളെ പോലെ തന്നെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാത്ത അതിസൂക്ഷ്മമായ വേറെയും ധാരാളം ജീവികളുണ്ട്. മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ അവയെ നമുക്ക് കാണാം. എന്നാൽ ഇത്തരം ആധുനിക ഉപകരണങ്ങളുടെ പിൻബലത്തോടെയും കാണാനാകാത്ത സൃഷ്ടികളാണ് ജിന്നുകളും പിശാചുക്കളും. അപ്പൊ ജിന്നുകൾ എന്നുള്ള ഒരു വർഗമുണ്ട്, പിശാചുക്കളുണ്ട്. അവരെ നമുക്ക് നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ സാധിക്കാത്തവരാണ്. അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് ജിന്നുകൾ. വിവിധ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ അവർക്ക് കഴിയും. പ്രയാസകരമായ ജോലികൾ നിഷ്പ്രയാസം ചെയ്തു തീർക്കാൻ അവർക്ക് സാധിക്കും.
സ്ത്രീകളും പുരുഷന്മാരും അവരിലുണ്ട്, സന്താന പരമ്പരയും അവർക്കുണ്ട്. അവർ നമ്മളെ കാണും. സാധാരണഗതിയിൽ അവരെ കാണാൻ നമുക്ക് കഴിയില്ല. മനുഷ്യരെ പോലെ മതനിയമങ്ങൾ അവർക്കും ബാധകമാണ്. വിശ്വാസികളും അവിശ്വാസികളും അവരിലുണ്ട്, മനുഷ്യരെ പോലെ തന്നെ. സദ്വൃത്തരും അല്ലാത്തവരും അവരിലുണ്ട്. ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ് ശൈത്വാൻമാർ, പിശാചുക്കൾ. അവരിലെ ഏറ്റവും വലിയ ധിക്കാരിയും നിഷേധിയുമാണ് ഇബ്ലീസ്. മനുഷ്യ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നു, തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും സൽക്കർമ്മങ്ങളിൽ നിന്ന് മനുഷ്യരെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് ഇബ്ലീസിന്റെ പണി. അതിശക്തനായ ഇബ്ലീസ് പറയുന്നു, അല്ലാഹുവേ, നിന്റെ പ്രതാപം തന്നെ സത്യം, നിശ്ചയം അവരെ മുഴുവൻ ഞാൻ വഴിപിഴപ്പിക്കും, ശുദ്ധീകരിക്കപ്പെട്ട നിന്റെ ദാസന്മാരൊഴികെ. അപ്പൊ അത് ഇബ്ലീസ് അള്ളാഹുവിന് മുമ്പിൽ ശപഥം ചെയ്തതാണ്, സ്വാലിഹീങ്ങളായ നിന്റെ അടിമകളെയൊക്കെ എന്ത് ചെയ്യും, ഞാൻ വഴിപിഴപ്പിക്കും എന്നുള്ളത്. ജിന്നും പിശാചും ഒരു യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. ശൈത്താൻ നമ്മുടെ ശത്രുവാണ്. അവന്റെ ഉപദ്രവത്തിൽ നിന്ന് നാം അല്ലാഹുവിനോട് എപ്പോഴും അഭയം തേടണം. ഖുർആൻ പറയുന്നു, ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. നിശ്ചയം പിശാച് മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ്. അടുത്തത് ഉത്തരം പറയാം. ആരാണ് ജിന്നുകൾ? അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പ്രത്യേക വിഭാഗം ആണ് ജിന്നുകൾ. ആരാണ് പിശാചുക്കൾ? ഈ ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ മറ്റൊരു വിഭാഗമാണ് പിശാചുക്കൾ. മനുഷ്യ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നത് ആരാണ്? പിശാചുക്കൾ. ഇബ്ലീസ് ആണ് ദുർബോധനം നടത്തുന്നത്. ഇനി അടുത്തത് അൽ ബിദ്അത്ത്, പാഠം 11. അൽ ബിദ്അത്ത്. എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? പുത്തനാശയം. അതാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ. അല്ലാഹു തആല പരിശുദ്ധ ഇസ്ലാമിനെ സമ്പൂർണ്ണമാക്കിയ ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്ത് അല്ലാഹു തആല ഇറക്കി കൊടുത്തതിലൂടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ സമ്പൂർണ്ണമാക്കി എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ മതം എന്ന് നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തരികയും നിങ്ങൾക്ക് എന്റെ അനുഗ്രഹം ഞാൻ പൂർണ്ണമാക്കി തരികയും ഇസ്ലാമിനെ ദീനായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. പൂർണ്ണമായ ദീനിൽ ഒന്നും കൂട്ടിച്ചേർക്കാനോ ഒഴിവാക്കാനോ മാറ്റം വരുത്താനോ ഇല്ല. ഇസ്ലാം പെർഫെക്റ്റ് ആണ്. ഇനി നമ്മുടെ വക കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നും ഒഴിവാക്കേണ്ട ആവശ്യവുമില്ല. ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, സഹാബത്തിന്റെ പ്രസ്താവന ഇവയിൽ ഏതെങ്കിലും ഒന്നിനോട് വിരുദ്ധമായ നിലയിൽ നിർമ്മിക്കപ്പെട്ട കാര്യത്തിനാണ് സാങ്കേതികമായി ബിദ്അത്ത് എന്ന് പറയുന്നത്, അനാചാരം. അപ്പൊ എന്താണ് ബിദ്അത്ത് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കുക. നേരത്തെ നമ്മൾ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നുള്ള പാഠത്തിൽ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖുർആനിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ, ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ ഖുർആന്, അതുപോലെ സുന്നത്ത്, ഇജ്മാ, ഖിയാസ്, ഇതിന് എതിരായി വിരുദ്ധമായ നിലയിൽ നിർമ്മിക്കപ്പെട്ട കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയുക. അത് കുറ്റവും വഴികേടുമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ മതകാര്യത്തിൽപ്പെട്ടതല്ലാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ പുതിയ കാര്യങ്ങളും തള്ളപ്പെടണമെന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിൽ പെട്ടതല്ലാത്ത പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെയാണ് തള്ളപ്പെടേണ്ടതെന്ന് ഈ നബി വചനം വ്യക്തമായി സൂചിപ്പിക്കുന്നു. ഖുർആനിൽ നാം കാണുന്ന ഹർക്കത്തും പുള്ളിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ളതല്ല, അത് പിൽക്കാലത്തുണ്ടാക്കിയ പരിഷ്കരണമാണ്. അതുപോലെ പള്ളികളിൽ കാണുന്ന മിനാരങ്ങൾ, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മിഹ്റാബ്, ഇതൊക്കെ പിൽക്കാലത്ത് നിലവിൽ വന്നതാണ്. മദ്രസകൾ, യതീംഖാനകൾ മുതലായ പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുള്ളതല്ല. എന്നാൽ ഇവയൊന്നും ഖുർആനിനും ഹദീസിനും എതിരല്ലാത്തതിനാൽ തള്ളിക്കളയുന്നില്ല, മറിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് മുസ്ലിം ഉമ്മത്ത് ചെയ്യുന്നത്. ഇനിയോ ഇതിനൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ഉദാഹരണം മദ്രസ, അതിനടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംഭവം നബി തങ്ങളുടെ കാലത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും പുതിയ ആചാരമല്ല, ഇതൊന്നും ബിദ്അത്തല്ല, ഇതൊന്നും തള്ളപ്പെടണമെന്നല്ല നേരത്തെ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇതിലൊന്നും പെടാത്ത പുതിയ ആശയങ്ങൾ, അതിനെയാണ് തള്ളപ്പെടേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നോക്കൂ, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ മിൻ ബഅദിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈഅ. ഇസ്ലാമിൽ ഒരു നല്ല കാര്യം ആരെങ്കിലും നടപ്പാക്കിയാൽ അവന് അതിന്റെ പ്രതിഫലമുണ്ട്, അവന്റെ ശേഷം അത് പ്രവർത്തിച്ചവരുടെ പ്രതിഫലത്തിൽ നിന്ന് ഒന്നും കുറയാതെ തത്തുല്യമായ പ്രതിഫലവും അവനുണ്ട്. അപ്പൊ ഒരു നന്മ ഒരാൾ പ്രവർത്തിച്ചാൽ, ഒരു പുതിയ കാര്യം ഒരാൾ പ്രവർത്തിച്ചാൽ അത് കണ്ട് വേറൊരാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അവനിക്കൊക്കെ ആ തത്തുല്യ പ്രതിഫലങ്ങളുണ്ട്. നിസ്കാരവും ഖുത്ബയും അറബി ഭാഷയിലാണ് നബിയും സഹാബത്തും നിർവഹിച്ചത്. അത് മറ്റു ഭാഷയിലാക്കൽ ബിദ്അത്താണ്.
കേവലം 5 കിലോമീറ്റർ ദൂരം വരുന്ന യാത്രയിൽ ഖസ്റാക്കി നിസ്കരിക്കാമെന്ന വാദവും ബിദ്അത്ത് തന്നെ. നേരത്തെ നമ്മൾ ഫിഖ്ഹിൽ പറഞ്ഞിട്ടുണ്ട് ഖസ്റു ജംഅ്, അവിടെ ഹലാലായ ദീർഘയാത്രയിലാണ് ജമ്മും ഖസ്റൊക്കെ അനുവദിക്കുക. അപ്പോൾ ഈ കുറഞ്ഞ ചെറിയ ദൂരമുള്ള യാത്രയിൽ തന്നെ ഖസ്റാക്കി നിസ്കരിക്കാമെന്ന വാദം അത് ബിദ്അത്താണ്. നമ്മൾ അതിനെ അംഗീകരിക്കാനും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ഉണ്ടായ എല്ലാ കാര്യങ്ങൾക്കും ഭാഷാർത്ഥ പ്രകാരം ബിദ്അത്ത് എന്ന് പറയപ്പെടും. അതനുസരിച്ച് ബിദ്അത്ത് 2 വിധമുണ്ട്. നബി തങ്ങളുടെ കാലത്തിന് ശേഷമുള്ള ഏത് കാര്യത്തിനും ബിദ്അത്ത് പുതുതായി ഉണ്ടായത് എന്നാണ് പറയുക. പക്ഷെ ഈ ബിദ്അത്ത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ബിദ്അത്തുൻ ഹസന, മറ്റൊന്ന് ബിദ്അത്തുൻ ലലാല. ബിദ്അത്തുൻ ലലാലയാണ് നമ്മൾ തള്ളിക്കളയേണ്ടത്. ബിദ്അത്തുൻ ഹസന നമുക്ക് അംഗീകരിക്കാം. ഖുർആൻ, ഹദീസ്, ഇജ്മാ, സഹാബത്തിന്റെ പ്രസ്താവന എന്നിവയോട് എതിരായവ ബിദ്അത്തുൻ ലലാലത്താണ്. അതിനെ നമ്മൾ തള്ളിക്കളയണം എന്ന് ചുരുക്കം. അടുത്തത് ഉത്തരം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതപ്പോൾ പരിശുദ്ധമായ ഈ ദീനുൽ ഇസ്ലാമിനെ സമ്പൂർണ്ണമാക്കിയതിനു ശേഷമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത്. ഖുർആനിൽ കാണുന്ന ഹർക്കത്തുകൾ നബിയുടെ കാലത്തുണ്ടോ? ഇല്ല, അത് പിൽക്കാലത്താണ് ഉണ്ടായത്. ബിദ്അത്ത് എന്നാൽ എന്താണ്? ഖുർആൻ, അതുപോലെ ഹദീസ്, ഇജ്മാ, ഖിയാസ് ഇതിനോടൊക്കെ എതിരായ ആശയമാണ് ബിദ്അത്ത്. ബിദ്അത്ത് കുറ്റകരമാണോ? തീർച്ചയായും കുറ്റകരമാണ്. ഇനി അടുത്തത്, ഖുർആനിൽ കാണുന്ന പുള്ളികൾ ബിദ്അത്ത് അല്ല. എന്തുകൊണ്ട്? അത് പിൽക്കാലത്ത് വന്ന പരിഷ്കരണമാണ്. അത് ഖുർആനിനോടോ സുന്നത്തിനോടോ എന്നും എതിരായ ഒരു കാര്യമല്ല. അടുത്തത്, ഭാഷാർത്ഥ പ്രകാരം ബിദ്അത്ത് എന്നാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷമുണ്ടായ എല്ലാ കാര്യങ്ങൾക്കും ഭാഷാർത്ഥ പ്രകാരം ബിദ്അത്ത് എന്ന് പറയപ്പെടും. ഇനി അൽ യൗമുൽ ആഖിർ, അന്ത്യനാൾ. ഇഹലോകം, പരലോകം എന്നിങ്ങനെ 2 ലോകമുണ്ട്. ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇഹലോകം എന്ന് പറഞ്ഞാൽ ഈ ലോകം, ദുനിയാവ്. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ്. നാം ഈ ലോകത്ത് വെച്ച് ചെയ്യുന്ന മുഴുവൻ അമലുകൾക്കും അർഹമായ പ്രതിഫലം നൽകപ്പെടുന്നത് പരലോകത്ത് വെച്ചാണ്. പരലോക വിശ്വാസമാണ് നമ്മെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നതും. മരിക്കുമെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകുമ്പോൾ തെറ്റിലേക്ക് നമ്മൾ പോവില്ല എന്ന് ചുരുക്കം. ഒരു നാൾ ഈ ലോകം നശിക്കും. ഈ ഭൂമിയെ മറ്റൊരു ഭൂമിയായി അള്ളാഹു മാറ്റും. സർവ്വജീവികളെയും അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുകയും വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യും. ഓരോരുത്തരും ചെയ്ത നന്മയും തിന്മയും അതെത്ര ചെറുതായാലും അവിടുന്ന് കാണിക്കപ്പെടും. അർഹമായ പ്രതിഫലവും ലഭിക്കും. സൽക്കർമ്മികളായ സത്യവിശ്വാസികൾക്ക് സ്വർഗവും അല്ലാത്തവർക്ക് നരകവും അള്ളാഹു തയ്യാറ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്വർഗാവകാശികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ ഈ ലോകം അവസാനിക്കുന്ന ദിവസം എന്നാണെന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല. അതിന്റെ ചില അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് അടയാളങ്ങൾ? ഉലമാക്കൾ മരിച്ചു പോവുക, നല്ല തലയെടുപ്പുള്ള ആലിമീങ്ങൾ മരണപ്പെട്ടു പോവുക, അതുപോലെ വ്യഭിചാരം, മദ്യപാനം, ചൂതാട്ടം, ചൂഷണം, കൊള്ള, കൊല, അറിവില്ലായ്മ മുതലായവ അധികരിക്കുക, പള്ളികളിൽ ശബ്ദം ഉയരുക, പള്ളികളിൽ കച്ചറുണ്ടാവുക, അനർഹരിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുക, മുൻഗാമികളെ പിൻഗാമികൾ ക്ഷപിക്കുക, ഉമ്മയെ വെറുപ്പിക്കുക, പിതാവിനെ അകറ്റി ചങ്ങാതിമാരടുപ്പിക്കുക, ഇതൊക്കെ ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അതുപോലെ വീണ്ടും മുത്തുനബി പറയാണ്, സ്വത്തുക്കൾ അധികരിച്ചു, എല്ലാ ഭാഗത്തിൽ കൂടിയും അത് കവിഞ്ഞൊഴുകുകയും അറബ് നാടുകൾ തോട്ടങ്ങളും കൃഷിയിടങ്ങളും നദികളുമായി മാറുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. എപ്പോഴാണിത് മുത്തുനബി പറയുന്നത്? 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനത്തെ പള്ളിയിൽ വെച്ച് ഇങ്ങനെ പറയാണ്. എന്ത്? അറബി നാടുകളൊക്കെ സമ്പത്ത് കൊണ്ട് സമൃദ്ധമാവും, തോട്ടങ്ങളും കൃഷിയിടങ്ങളും നദികളുമായി മാറുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. അതുപോലെ ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടൽ, ദജ്ജാൽ പുറപ്പെടൽ, ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരൽ, എന്നിട്ട് ദജ്ജാലിനെ കൊല്ലൽ, യഅജൂജ് മഅജൂജ് പുറപ്പെടൽ, ദാബത്തുൽ അർള് എന്ന അത്ഭുത മൃഗം വരൽ, സൂര്യൻ അസ്തമന സ്ഥാനത്ത് നിന്ന് എന്ന് വെച്ചാൽ പടിഞ്ഞാറ് നിന്ന് ഉദിക്കൽ, യമനിൽ നിന്ന് ഭയങ്കരമായ ഒരു തീ പുറപ്പെടൽ, മശ്രിഖ് മഗ്രിബിന്റെ ഇട നിറക്കുന്ന ഒരു പുക ഉണ്ടാവൽ, ഈ പുക 40 ദിവസം നീണ്ടു നിൽക്കും. അന്ന് മുഅ്മിനുകൾ ജലദോഷം പിടിപെട്ടവരെ പോലെയും കാഫിറുകൾ മത്ത് പിടിപെട്ട പോലെയും ആവും. ഇവയെല്ലാം ഖിയാമത്ത് നാളിനോട് വളരെ അടുത്തുണ്ടാവുന്ന ചില പ്രധാന അടയാളങ്ങളാണ്. അപ്പോൾ ഈ യൗമുൽ ആഖിർ, ഖിയാമത്ത് നാൾ എന്നാണ് സംഭവിക്കുക എന്ന് കൃത്യമായി ആർക്കും പറയാൻ സാധ്യമല്ല. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുമായി ബന്ധപ്പെട്ട പല അടയാളങ്ങളും നമ്മോട് ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ അടയാളങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കാം.
പ്രതിഫലം നൽകപ്പെടുന്ന ലോകമേതാണ്? അത് പരലോകമാണ്. നന്മ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? പരലോകമാണ്, പരലോക ചിന്തയാണ്. ലോകാവസാനത്തിന്റെ അടയാളം എന്തെല്ലാം? നമ്മൾ കുറെ അടയാളങ്ങൾ പറഞ്ഞു, അതിൽ നിന്ന് വിദ്യാർത്ഥികൾ എഴുതുക. ദജ്ജാലിനെ കൊല്ലും ആര്? ഈസാ അലൈഹിസ്സലാം. ഒരു ഭയങ്കര തീ പുറപ്പെടും. എവിടെ നിന്ന്? നമ്മളിവിടെ പറഞ്ഞു, യമനിൽ നിന്ന് ഒരു ഭയങ്കരമായ തീ പുറപ്പെടും. ഖിയാമത്ത് നാളിനോട് വളരെ അടുത്ത അടയാളങ്ങൾ ഏതെല്ലാം? നമ്മളിവിടെ കുറെ പറഞ്ഞു, അതിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് എഴുതാം. ഇമാം മഹദി പ്രത്യക്ഷപ്പെടൽ, ദജ്ജാൽ പുറപ്പെടൽ, അങ്ങനെ ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഇനി പാഠം 13, റിദ്ദത്ത്. റിദ്ദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക, മുർത്തദ്ദാവുക. അതിനാണ് റിദ്ദത്ത് എന്ന് പറയുക. അള്ളാഹു നമ്മളെ മുസ്ലിങ്ങളാക്കിയത് അവൻ നമുക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ്. എന്നാൽ മുസ്ലിങ്ങളാണെന്ന് കരുതി നാം അഹങ്കരിക്കുകയോ വഞ്ചിതരാവുകയോ ചെയ്യരുത്. മുസ്ലിങ്ങളായി മരണപ്പെട്ടാൽ മാത്രമേ നമുക്ക് പരലോകത്ത് രക്ഷയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ദുആ ചെയ്യേണ്ടത്, അള്ളാഹു താല നമുക്ക് നൽകിയ ഈ ഹിദായത്ത്, ഈ സന്മാർഗത്തിന്റെ വെളിച്ചം അത് മരണം വരെ നിലനിൽക്കണം. ഈ വിശ്വാസത്തിലായി, ഈ ഹിദായത്തിലായി നമുക്ക് മരണപ്പെടാൻ സാധിക്കണം. അപ്പോഴാണ് നമുക്ക് രക്ഷയുള്ളൂ. ഈമാൻ നഷ്ടപ്പെടുന്നതിനെ നാം എപ്പോഴും സൂക്ഷിക്കണം, ഭയപ്പെടണം. നമ്മുടെ മുൻഗാമികൾ എത്ര വലിയ ഭക്തരായിരുന്നു, എന്നിട്ട് പോലും ഈമാൻ തെറ്റുന്നതിനെ കുറിച്ച് എപ്പോഴും അവർ ഭയപ്പെട്ടിരുന്നു. പ്രവാചകന്മാർ പോലും മുസ്ലിമായി മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണം, സാലിഹീങ്ങളിലേക്ക് എന്നെ ചേർക്കണം. ആര്? യൂസുഫ് നബി അലൈഹി ഇസ്ലാമാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ മഹാനായ അബൂ ഹഫ്സുൽ ഹദ്ദാദ് റഹിമഹുല്ല എന്നവർ പറയാണ്, വിഷം മരണത്തിന് കാരണമാകുന്നത് പോലെ ദോഷങ്ങൾ ഈമാൻ തെറ്റിപ്പോകാൻ കാരണമാകും. അതിനാൽ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് എപ്പോഴും വിട്ടുനിൽക്കുകയും ഈമാൻ രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് സദാ പ്രാർത്ഥിക്കുകയും വേണം. ഇനി എന്താണ് ഇവിടെ റിദ്ദത്ത് എന്ന് പറഞ്ഞാൽ? പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നീയത്തുകൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിനെയാണ് റിദ്ദത്ത്, മതത്തിൽ നിന്ന് പുറത്തുപോകൽ എന്ന് പറയുന്നത്. ഈ ഡെഫിനിഷൻ വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചു വെക്കണം. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ, അപ്പൊ ഏതെങ്കിലും വാക്കുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഏതെങ്കിലും വാക്കുകൾ പറയാ. അതുപോലെ പ്രവൃത്തി കൊണ്ടോ നീയത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിനാണ് റിദ്ദത്ത് എന്ന് പറയുന്നത്. സത്യനിഷേധത്തിന്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായതാണ് റിദ്ദത്ത്. ഒരാൾ മതത്തിൽ നിന്ന് പുറത്തായി ആ നിലക്ക് മരണപ്പെട്ടാൽ അവൻ ചെയ്ത എല്ലാ അമലുകളും ഒളിഞ്ഞു പോകും. 40 വയസ്സ് വരെ ഒരാൾ ജീവിച്ചു. 41-ാമത്തെ വയസ്സിൽ, 40 അല്ലെങ്കിൽ 39-ാമത്തെ വയസ്സ് അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങളോ വാക്കുകളോ ഉണ്ടായി അദ്ദേഹത്തിൽ നിന്ന്, ആ 39 വർഷം അദ്ദേഹം ചെയ്ത അമലുകളും അദ്ദേഹത്തിന് നഷ്ടപ്പെടും, പൊളിഞ്ഞു പോകും. അവൻ ശാശ്വതമായി നരകത്തിൽ വസിക്കും. അവന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കുകയോ മുസ്ലിം ഖബർസ്ഥാനിൽ മറവ് ചെയ്യുകയോ ചെയ്യാവതല്ല. അള്ളാഹുവിനെയോ പ്രവാചകരെയോ നിഷേധിക്കുക, അതുപോലെ ഫർദ് നിസ്കാരത്തെ നിഷേധിക്കുക, ഒരു മുസ്ലിമിനെ കാഫിറാക്കുക, വിവാഹം, കച്ചവടം തുടങ്ങി ഇസ്ലാം അനുവദിച്ച കാര്യങ്ങൾ അനുവദനീയമല്ലെന്ന് പറയുക, മദ്യപാനം, വ്യഭിചാരം, പലിശ മുതലായ ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ അനുവദനീയമാണെന്ന് പറയുക, ഖുർആൻ എഴുതപ്പെട്ട വസ്തു മാലിന്യത്തിലിടുക, ഇതെല്ലാം റിദ്ദത്തിൽപ്പെട്ടതാണ്. അപ്പൊ 5 വക്ത് നിസ്കാരത്തെ നിഷേധിക്കാൻ പാടില്ല. അതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ നിഷേധിക്കാൻ പാടില്ല. ഒരു മുസ്ലിമിനെയും നമ്മൾ കാഫിറാക്കാൻ പാടില്ല. അള്ളാഹു ഹലാലാക്കിയ ഒരു വസ്തുവിനെയും നമ്മൾ ഹറാമാക്കേണ്ടതില്ല. അതുപോലെ അള്ളാഹു തആല ഹറാമാക്കിയത് നമുക്ക് ഹലാലാക്കാനും പാടില്ല. സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യുക, അമുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളിലേക്ക് അവരുടെ വേഷമണിഞ്ഞു പോവുക, ഇസ്ലാം ശരീഅത്തിനെ എതിർക്കുക, അതിൽ ഭേദഗതി ആവശ്യപ്പെടുക, ഇതൊക്കെ റിദ്ദത്തിൽപ്പെട്ടത് തന്നെയാണ്. മുർത്തദ്ദായവൻ വീണ്ടും ഇസ്ലാമിലേക്ക് തിരിച്ചു വരണമെങ്കിൽ 2 ഷഹാദത്ത് കലിമ വ്യക്തമായി പറയലോടുകൂടെ ഏത് കാര്യം കൊണ്ടാണോ അവൻ മുർത്തദ്ദായത് അതിൽ നിന്ന് മടങ്ങി എന്ന് സമ്മതിച്ച് പറയുകയും വേണം. അപ്പോൾ എങ്ങനെയാണ് മുർത്തദ്ദായി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി വീണ്ടും ഇസ്ലാമിലേക്ക് വരുന്നവന്റെ ഷഹാദത്ത് കലിമ എങ്ങനെയാണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇന്നി ബരീഉൻ മിൻ കുല്ലി ദീനിൻ യുഖാലിഫു ദീനൽ ഇസ്ലാം എന്നാണ് മുർത്തദ്ദായ ഒരാള് അവൻ ചൊല്ലേണ്ട ഷഹാദത്ത് കലിമ. അങ്ങനെയാണ്. ഇതാണ് റിദ്ദത്ത്. അപ്പൊ ചുരുക്കം റിദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവൽ. അപ്പോൾ നിയ്യത്ത് കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങളെ കൊണ്ടോ ഇസ്ലാമിന് എതിരായിട്ടുള്ള വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. റിദ്ദത്ത് എന്നാൽ എന്ത് നമ്മളിവിടെ വിശദമായിട്ട് പറഞ്ഞു. റിദ്ദത്ത് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിനെയാണ് റിദ്ദത്ത് എന്ന് പറയുന്നത്.
യൂസുഫ് നബി അലൈഹി സ്വലാം ചെയ്ത ദുആ എന്തായിരുന്നു? തവഫനി മുസ്ലിമ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. മുർത്തദ് ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ എന്ത് ചെയ്യണം? എന്താണ് ചെയ്യേണ്ടത്? വീണ്ടും ഇസ്ലാമിലേക്ക് തിരിച്ചു വരണമെങ്കിൽ 2 ഷഹാദത്ത് കലിമ വ്യക്തമായി പറയലോടുകൂടി ഏത് കാര്യം കൊണ്ടാണോ അവൻ മുർത്തദായത് അതിൽ നിന്ന് മടങ്ങി എന്ന് സമ്മതിച്ചു പറയുകയും വേണം. മുർത്തദിന്റെ ഷഹാദത്ത് കലിമ എന്താണ്? നമ്മൾ ലാസ്റ്റ് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇന്നി ബരീഉം മിൻ കുല്ലി ദീനിൻ യുഖാലിഫു ദീനൽ ഇസ്ലാം. അത് ഈമാൻ തെറ്റിപ്പോകാൻ കാരണമാകും. ഏത്? റിദ്ദത്ത്. സത്യനിഷേധത്തിൽ ഏറ്റവും ഗുരുതരമായത് ഏതാണ്? അതും റിദ്ദത്ത് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഖീദയിൽ നമുക്ക് പഠിക്കാനുള്ളത്. വിദ്യാർത്ഥികളോട് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം, നിങ്ങൾ പാഠങ്ങൾ ആവർത്തിച്ച് വായിക്കുക തന്നെ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരീക്ഷയിലൊക്കെ ഉന്നതമായ വിജയം നൽകി അല്ലാഹു ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നിർബന്ധമായും ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.